ഇന്ന് പൂജയൊന്നും ഇല്ലല്ലോ ചേച്ചി. നടയും തുറക്കണില്ല. പിന്നെ എന്തിനാ നമ്മള് വിളക്ക് വെക്കണത്? നമ്മുടെ ദേവിക്ക് നമ്മളെ കാണാൻ നട തുറന്നിരിക്കണമെന്നൊന്നുമില്ല. നട തുറക്കണതും അടയ്ക്കണൊക്കെ മനുഷ്യരല്ലേ. നിനക്ക് ഓർമ്മയുണ്ടോ മാലു, കുഞ്ഞായിരുന്നപ്പോ നമ്മൾ അമ്മയുടെ കൈ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്നത്? ആ, അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. എത്ര സ്നേഹം കൊടുത്താലും ചിലരൊക്കെ നമ്മളെ മറന്നു പോകുന്നും അപ്പോഴൊക്കെ ഈ ദേവി നമ്മുടെ സങ്കടം തീർക്കും, ചേർത്ത് നിർത്തുന്നൊക്കെ അമ്മ പറയാറുണ്ട്. മോളെ മാലു, ഈ പുസ്തകമല്ലേ നീ ചോദിച്ചത്? കുറെ തെരഞ്ഞു. മാലുവിന്റെ അലമാരയിലായിരുന്നു. കണ്ടപ്പോഴും അവള് വായിച്ചിട്ട് വെച്ചതാന്ന് തോന്നുന്നുണ്ട്. അവള് വിളിക്കാറുണ്ടോ? ഏയ്, മാസങ്ങളായിട്ടൊരു വിളിയില്ല. ഇന്ന് പുലർച്ചെ ഞാൻ അവളെ സ്വപ്നവും കണ്ടിരിക്കുന്നു. പണ്ട് നിങ്ങളുടെ ചേച്ചി അനിയത്തിയും പോലെയല്ലോ ജീവിച്ചത്, അമ്മയും മോളും പോലെയല്ലേ ജീവിച്ചിരുന്നത്. അതൊക്കെ ഒരു കാലം. അച്ഛനും അമ്മയും പോയിട്ട് അവൾക്കൊരു കുറവും വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്കായിട്ട് ജീവിച്ചു. അതൊക്കെ അവൾക്ക് അറിയാലോ, കൂടപ്പിറപ്പല്ലേ. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചില ആൾക്കാരൊക്കെ വന്ന പഴയതൊക്കെ അവർ മറന്നു പോകുന്ന തോന്നുന്നത്. മാളുവിന്റെ ഭർത്താവിനെ കുറിച്ച് എന്തൊക്കെയോ കേൾക്കുന്നുണ്ടല്ലോ. വിജിക്ക് വിഷമം ഉണ്ടാച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ലാന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വെറുതെ തട്ടി കയറുമായിരുന്നു. ആകെ ബഹളം വെച്ച് ഞങ്ങളുടെ സന്തോഷം കൂടി കളഞ്ഞിട്ടാണ് പോയത്. നിങ്ങളുടെ സ്വത്തിലായിരുന്നു അവന്റെ കണ്ണ്. പ്രേമം തലക്ക് പിടിച്ചപ്പോ നിന്റെ അനിയത്തിക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ അനിയത്തി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൻ നിർബന്ധിച്ചിട്ടാവും. അന്ന് വഴക്കിട്ട് പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇനിയും അവർ വന്നാൽ നീ എന്തു ചെയ്യും? ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞാൽ അവള് വന്നാൽ ചേർത്ത് പിടിക്കാനല്ലേ എനിക്ക് കഴിയൂ. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് അവളോടൊരു ദേഷ്യമില്ലേ? ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. എത്ര മുറിവേൽപ്പിച്ചാലും നമുക്ക് അവരോടുള്ള സ്നേഹം കുറയില്ലല്ലോ. ഇനി നീ അതൊന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു വേണ്ട. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. വല്ലാത്തൊരു അതിശയം തോന്നുക. അതപ്പം ഈ ആൽബത്തിൽ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ പോലും ഞാൻ വിചാരിച്ചുള്ളൂ ഒന്ന് വന്നെങ്കിൽ കുട്ടീന്ന്. ചേച്ചീനെ കാണണമെന്ന് എനിക്കും തോന്നാറുണ്ട്. ഓരോ പണികളൊക്കെ കാരണം സമയം കിട്ടണില്ല. നീ എന്നെ ഓർക്കണം കൂടി ഇല്ലാന്നൊക്കെ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. ചേച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, നീ അത് കാര്യാക്കണ്ട. 4 ദിവസം മുമ്പ് നിന്നെ ഞാൻ സ്വപ്നം കണ്ടുകൂടി മോളെ. കഴിഞ്ഞ ഓണത്തിന് വന്നതല്ലേ നിങ്ങള്. എനിക്ക് ആ കുട്ടികളെയൊക്കെ ഒന്ന് കാണാൻ തോന്നുക. ഞാൻ അങ്ങോട്ട് വന്നാലോ വിളിച്ചാലോ ഒന്നും അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾക്കൊന്ന് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യാം. ചേച്ചി ഇപ്പം അതൊന്നും ആലോചിക്കണ്ട. ഞാൻ വന്നില്ലേ. അതൊക്കെ പോട്ടെ, ഞാൻ ചായ ഉണ്ടാക്കാം. ഇപ്പൊ ചായ ഒന്നും ഉണ്ടാക്കണ്ട. ചേച്ചി ഇവിടെ ഇരിക്കോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഏലക്ക ചായ ഉണ്ടാക്കി തരാം, വായോ. ഗ്യാസ് സിലിണ്ടറൊക്കെ ഒഴിഞ്ഞിരിക്കുക. ബുക്ക് ചെയ്തിട്ട് കിട്ടണമില്ല. എത്ര നാളായി. നീ വരണതൊന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കായിരുന്നു. ഒന്നുമില്ല ഇവിടെ. ട്യൂഷന് വരുന്ന കുറച്ച് കുട്ടികളുണ്ടേ, അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിച്ച് വെക്കാറുണ്ട്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിരിക്കണു. ചേച്ചിക്ക് ഇപ്പോഴും ഈ റിസ്ക് കഴിക്കുന്ന സ്വഭാവം മാറിയിട്ടില്ലേ? എന്നിട്ട് മോൾക്ക് ഇപ്പൊ പോണെന്നാണോ പറയണേ? എന്തായാലും എനിക്കിന്ന് പോണം. അവൻ കൂടെ കൂടെ വിളിക്കണതും നീ ഫോൺ കട്ടാക്കണതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു കാര്യം പറയാണ്ട്. ഏട്ടനിപ്പോ പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറയണു. ചേച്ചിക്ക് എന്താ തോന്നാന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇവിടുന്ന് എന്തൊക്കെ തന്നുണ്ട്. അമ്മയുടെ സ്വർണം കൂടി. ഇനിയിപ്പോ എന്താ അവർക്ക് വേണ്ടത്? വിവാഹം എന്ന് പറയണത് ഒരു പങ്കാളിത്തല്ലേ. ഭാര്യ വീട്ടിലെ സ്വത്തിന്റെ അവകാശം അവനാണെന്നുള്ള മട്ടിലാണ് അവരുടെയൊക്കെ സംസാരം ഉണ്ടായിട്ടുള്ളത്. ഞാനും ചിലതൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് എന്നെ കണ്ടുകൂടാണ്ടായി. നീ കാര്യം പറഞ്ഞോ?
ഞാനായിട്ട് തിരഞ്ഞെടുത്ത ആളല്ലേ, അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. നീ എന്നിട്ടും കാര്യം പറഞ്ഞില്ലല്ലോ, പറയേ. നമ്മുടെ ഈ വീടിന്റെ അവകാശം കൂടി ചേച്ചിയോട് ചോദിക്കാൻ പറഞ്ഞിട്ടാ പിന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ അതാണല്ലേ കാര്യം. എനിക്ക് അവരുടെ കാര്യമൊന്നും അറിയണ്ട, നിന്റെ മനസ്സാണ് എനിക്ക് അറിയേണ്ടത്. എന്റെ മനസ്സിൽ എന്താന്ന് ചേച്ചിക്ക് ഊഹിക്കാലോ. എന്റെ ഗതികേട് കൊണ്ട് വന്നതാ. ഇതാ ഈ വീടിന്റെ എല്ലാ രേഖകളും. നീ ജനിച്ച ദിവസം മുതലേ ഈ വീട് നിന്റേതാണ് മോളെ. ഞാൻ ഒന്നും ഇന്നേ വരെ എൻ്റേതായിട്ട് കണ്ടിട്ടില്ല. എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ ചേച്ചി? നിന്നെ ഇങ്ങോട്ട് പറഞ്ഞാച്ചവര് സമ്പത്തായിട്ട് കാണുന്നത് നമ്മുടെ പാടവും പറമ്പും ഈ വീടൊക്കെ അല്ലേ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നീയല്ലേ മോളെ. വിജി, മുൻവശത്തെ വാതിൽ പോലും അടച്ചില്ലല്ലോ, എന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ കുറച്ച് അട ഉണ്ടാക്കി, മാലു വരുന്നത് കണ്ടു. മാലുവിനും കൂടി കൊടുക്കാലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇവിടേക്ക് വരുമ്പോഴേക്കും മാലു അവൻ്റെ കൂടെ പോണതും കണ്ടു. അവള് വരികയും ചെയ്തു, വേഗം പോവുകയും ചെയ്തു. ബിന്ദുവായോ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഒരു ദിവസം അവൾക്ക് നിന്റെ കൂടെ നിൽക്കായിരുന്നില്ലേ? അതൊന്നും ഇനി ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നീ ജീവിച്ചത് അവൾക്ക് വേണ്ടിയല്ലേ? നിന്റെ ജയറ്റിനും കൂടി വേണ്ടാന്ന് വെച്ചിട്ട്. അന്ന് അവൾക്ക് ഞാൻ അമ്മയായിരുന്നു. ചില കുപ്പായങ്ങൾ നമ്മൾ എടുത്തിട്ട പിന്നെ നമ്മൾ അതായിട്ട് അങ്ങോട്ട് മാറും. ഇന്നിപ്പോൾ അവൾക്ക് ഈ വീട് വേണത്രേ. പക്ഷെ അത് ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തു. ഈ വീടോ? എന്താ വിജി നീ ചെയ്തത്? എൻ്റെ ബിന്ദു ഇപ്പം അവള് സ്വന്തം മനസ്സുകൊണ്ടല്ല ജീവിക്കണത്, മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കൊപ്പം നടക്കുകയാണ്. നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ വൈകിയവരുണ്ടാവും, പക്ഷേ നിന്റെ സ്നേഹം തോറ്റിട്ടില്ല വിജി. നിന്റെ അനിയത്തിക്ക് ഒരു ജീവിതം നീയാണ് കൊടുത്തത്. ഈ വീട് നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് പേടിയില്ല, പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ അനിയത്തിയെ നഷ്ടപ്പെട്ടില്ലേ. മതി കരഞ്ഞത്, നീ ഈ അട കഴിച്ചിട്ട് കരയാം. സ്നേഹിച്ച് വളർത്തിയത് നീയാണെങ്കിൽ അവളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിന്നെ ഇറക്കി വിടില്ല. നീ സമാധാനമായിരിക്കേ, ഞാനില്ലേ കൂടെ.